മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കയറിയ ബിസിനസ് ജെറ്റ് ലിയാർ ജെറ്റ് ലാൻഡിങ്ങിനിടയിൽ തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന അജിത് പവാർ ഉള്ളവരടക്കം കൊല്ലപ്പെട്ട വാർത്തയുടെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. വിസിബിലിറ്റി തീരെ കുറഞ്ഞ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്ന അവസ്ഥയിൽ ബാരാമതിയിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു റൺവേക്ക് പുറത്ത് ഇടിച്ചിറങ്ങി ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് ആ ചെറുവിമാനം കത്തിയമർന്നത്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കണ്ടെടുത്തിട്ടുണ്ട്. ഇവ പരിശോധിച്ചതിന് ശേഷമേ വിശദമായ റിപ്പോർട്ട് വരികയുള്ളൂ. എങ്കിലും കൊല്ലപ്പെട്ടതൊരു VVIP ആയതിനാൽ പതിവ് പോലെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നിറഞ്ഞാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത കാലത്ത് വിമാനാപകടങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ. സൈനിക മേധാവി ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം, മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി കൊല്ലപ്പെട്ട അഹമ്മദാബാദ് വിമാനാപകടം, ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കൊല്ലപ്പെട്ട ബാരാമതി വിമാനാപകടം, ഇതെല്ലാം VVIPകൾ കൊല്ലപ്പെട്ട അപകടങ്ങളായതുകൊണ്ടാണ് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. അത് സ്വാഭാവികവുമാണ്. ഇതുകൂടാതെ ചെറുതും വലുതുമായ 26 എയർ ക്രാഷുകൾ ലോകം മുഴുവൻ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ കൺമുമ്പിൽ നടന്ന അപകടങ്ങളായതുകൊണ്ടാണ് നമുക്കിത്ര അങ്കലാപ്പ് തോന്നുന്നത്. ആവറേജ് നോക്കിയാൽ മാസം 2-3 എന്ന കണക്കിൽ ലോകത്ത് വിമാനാപകടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ബോയിങ്ങും ലോക്ക്ഹീഡ് മാർട്ടിനും പോലുള്ള വൻ കമ്പനികളുടെ വിമാനങ്ങളുമുണ്ട്. നമ്മുടെ മഹാശാസ്ത്രജ്ഞനായിരുന്ന ഹോമി ഭാഭ കൊല്ലപ്പെട്ടത് ഒരു വിമാനാപകടത്തിലാണ്. രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതും വിമാനാപകടത്തിലാണ്. 1977 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി കയറിയ വിമാനം ആസാമിൽ തകർന്നു വീണ് അനേകം പേർ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ലുലു ചെയർമാൻ യൂസഫ് അലി കൊച്ചിയിൽ വെച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അത് ചതുപ്പിലിറങ്ങിയതുകൊണ്ട് മാത്രമാണ് തീ പിടിക്കാതിരുന്നത്. മുൻ ലോക്സഭാ സ്പീക്കർ ബാലയോഗി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന രാജശേഖര റെഡ്ഡി എല്ലാം കൊല്ലപ്പെട്ടത് വിമാനാപകടങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം അജിത് പവാർ കയറിയ ലിയർ ജെറ്റ് 45 ഇരട്ട എഞ്ചിനുകളുള്ള ചെറിയ ഒരു ബിസിനസ് ജെറ്റാണ്. കാനഡയിലെ പ്രശസ്തമായ എയ്റോസ്പേസ് കമ്പനിയായ ബൊംബാർഡിയർ ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. VVIPകൾക്കും വലിയ സെലിബ്രിറ്റികൾക്കും വമ്പൻ ബിസിനസ്സുകാർക്കുമൊക്കെ സഞ്ചരിക്കാനുള്ള സ്വകാര്യ വിമാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ധാരാളം കമ്പനികൾ ലോകത്തുണ്ട്. അതൊരു വലിയ മാർക്കറ്റാണ്. ബോയിങ്ങും എയർബസും കൂടാതെ ഗൾഫ് സ്ട്രീം, എംബ്രായർ, സെസ്ന, ഡെസോൾട്ടോ ഒക്കെ ഈ മേഖലയിലെ വമ്പന്മാരാണ്. ഈ സെഗ്മെൻറ്റിലെ വേൾഡ് ലീഡറാണ് കാനഡയിലെ ബൊംബാർഡിയർ. ലിബർട്ടിയുടെയും വേഗതയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന ബിസിനസ് ജെറ്റാണ് ലിയർ ജെറ്റ് 45. ബൊംബാർഡിയർ എയ്റോസ്പേസ് നിർമ്മിച്ച ഈ വിമാനം അതിൻ്റെ കരുത്തുറ്റ എഞ്ചിനുകൾക്കും അത്യാധുനിക സൗകര്യങ്ങൾക്കും പേരുകേട്ടതാണ്. 1990കളുടെ പകുതിയിൽ പുറത്തിറങ്ങിയ ലിയർ ജെറ്റ് 45 ബിസിനസ് ക്ലാസ് വിമാനങ്ങളിൽ ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലിയർ ജെറ്റ് 35ന് പകരക്കാരനായി എത്തിയ ഈ വിമാനം സുരക്ഷയിലും സാങ്കേതികവിദ്യയിലും ഏറെ മുന്നിലായിരുന്നു. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിൽ വരെ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിൽ ക്രൂ അടക്കം 9 പേർക്ക് യാത്ര ചെയ്യാം. ഉയർന്ന ഉയരത്തിൽ പറക്കാനുള്ള കഴിവും ഇടുങ്ങിയ റൺവേകളിൽ പോലും ലാൻഡ് ചെയ്യാനുള്ള ശേഷിയും ഈ വിമാനം VVIPകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു. ഇതിനു മുൻപ് 2023 ലിയർ ജെറ്റ് 45 ഇന്ത്യയിലൊരു അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 14 വിശാഖപട്ടണത്ത് നിന്ന് മുംബൈയിലേക്ക് പറന്ന വിമാനം കനത്ത മഴയെ തുടർന്ന് ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നു. വിമാനം 2 പിളരുകയും തീ പിടിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ പൈലറ്റുമാരും യാത്രക്കാരും ഉൾപ്പെടെ 8 പേരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാലാവസ്ഥയും കുറഞ്ഞ വിസിബിലിറ്റിയുമാണ് അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. VSR വെഞ്ചേഴ്സ് എന്ന കമ്പനിയാണ് ഇത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ അത് രാഷ്ട്രീയ നേതാക്കൾക്കും VVIPകൾക്കും മണിക്കൂറിന് ഏതാണ്ട് 2.5 ലക്ഷം രൂപ എന്ന നിരക്കിൽ വിമാനം വാടകയ്ക്ക് കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള സ്വകാര്യ വിമാനങ്ങൾക്ക് വൻ ഡിമാൻഡാണ്.
ഏതാണ്ട് 42 കോടി രൂപയാണ് 3000 കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിൻ്റെ വില. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിൽ ബിസിനസ് ജെറ്റുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ടെർമിനൽ വരെയുണ്ട്. മുംബൈ വിമാനത്താവളത്തിൽ ഇങ്ങനെ ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്നത് പോലെയാണ് ചെറുതും വലുതുമായ കോടീശ്വരന്മാരുടെ ബിസിനസ് ജെറ്റുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ലുലു മേധാവി യൂസഫ് അലി, ജോയി ആലുക്കാസ്, കല്യാൺ സിൽസിൻ്റെ പട്ടാഭിരാമൻ, രവി പിള്ള എന്നിവർക്ക് സ്വന്തമായി ബിസിനസ് ജെറ്റുകളുണ്ട്. അതേ കൂട്ടുകാരെ, നമ്മൾ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വൻ മേഖലയാണിത്. ഇങ്ങനെയും ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ഈ വിമാനങ്ങൾ അതാത് രാജ്യത്തിൻ്റെ കർശനമായ ഏവിയേഷൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാനും കഴിയുകയുള്ളൂ. അജിത് പവാർ കയറിയ ലിയർജെറ്റ് 45 മുംബൈയിൽ നിന്ന് പറന്നുയരുന്നത് ജനുവരി 28 രാവിലെ 8:10 256 കിലോമീറ്റർ അകലെയുള്ള ബാരാമതിയിലേക്കായിരുന്നു വളരെ സ്മൂത്തായി ആ വിമാനം പറന്നുയർന്നത്. അവിടെ നടക്കുന്ന 4 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അജിത് പവാർ പ്രസംഗിക്കേണ്ടതായിരുന്നു. 45 മിനിറ്റുകൾ കൊണ്ട് വിമാനം ബാരാമതിയുടെ ആകാശത്തെത്തി. വിമാനം എപ്പോഴും ഏതെങ്കിലും എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അഥവാ ATCയുടെ പരിധിയിലായിരിക്കും. അവരാണ് വിമാനത്താവളത്തിലെ തിരക്ക്, കാലാവസ്ഥ, റൺവേയുടെ അവസ്ഥ ഒക്കെ കണക്കാക്കി ലാൻഡിങ്ങിന് അനുമതി കൊടുക്കുന്നത്. എങ്കിലും വിസിബിലിറ്റി, കാറ്റ് ഒക്കെ പരിഗണിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് പൈലറ്റ് തന്നെയാണ്. വലിയ വേഗതയിൽ വരുന്ന ഇതുപോലുള്ള ചെറിയ വിമാനത്തിലെ പൈലറ്റിന് ഏറ്റവും കുറഞ്ഞത് 1800 മീറ്റർ അഥവാ 1.8 കിലോമീറ്റർ എങ്കിലും ദൂരെ നിന്ന് റൺവേയുടെ കാഴ്ച വ്യക്തമായി കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ലാൻഡ് ചെയ്യാൻ പാടുള്ളൂ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ടേബിൾ ടോപ്പ് റൺവേ ആണെങ്കിൽ ഈ വിസിബിലിറ്റി വീണ്ടും കൂടും. ബാരാമതിയിലേത് ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. നമ്മുടെ കോഴിക്കോട്ടേത് ടേബിൾ ടോപ്പ് റൺവേ ആണ്. മംഗലാപുരത്തേത് ടേബിൾ ടോപ്പ് റൺവേ ആണ്. പരിചയസമ്പന്നയായ മിടുക്കിയായ പൈലറ്റ് ശാംഭവി പഥക്ക് ആദ്യം കൊടുത്ത സന്ദേശത്തിൽ 3000 മീറ്റർ വിസിബിലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ലാൻഡിങ്ങിന് അനുമതി ലഭിച്ചു. പക്ഷേ ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടയിൽ ഉയരം കുറച്ചു കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് മൂടൽമഞ്ഞും കാറ്റും കൂടി കാഴ്ച മറച്ചു. വിസിബിലിറ്റി നഷ്ടപ്പെട്ടു. വിമാനം ലാൻഡ് ചെയ്യാതെ ഗോ അറൗണ്ട് ചെയ്യാൻ ശാംഭവി പഥക്ക് തീരുമാനിച്ചു. അങ്ങനെ ലാൻഡ് ചെയ്യാതെ വീണ്ടും വിമാനം പറന്നുയർന്നു. ഏതെങ്കിലും കാരണവശാൽ ലാൻഡ് ചെയ്യാനാകാതെ വരുമ്പോൾ വിമാനം വീണ്ടും പറന്നുയർന്ന് കുറച്ച് സമയം ചുറ്റിക്കറങ്ങി വരും. അപ്പോഴേക്ക് കാര്യങ്ങൾ ഓക്കെ ലാൻഡ് ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും ചുറ്റിക്കറങ്ങും. തീരെ രക്ഷയില്ലെങ്കിൽ അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് പോകും. ഇതെല്ലാം കണക്കാക്കിയാണ് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുക. ഇതെല്ലാം സ്ഥിരമായി സംഭവിക്കാറുള്ളതാണ്. കോഴിക്കോട് ഇറങ്ങേണ്ടവർ ചിലപ്പോൾ കൊച്ചിയിലോ ബാംഗ്ലൂരോ ഒക്കെ പോയി ഇറങ്ങേണ്ടി വരും. കമ്പനിയുടെ അനാസ്ഥ, യാത്രക്കാരുടെ കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബഹളമുണ്ടാക്കുന്നത് നമ്മൾ ഇന്നും കാണാറുള്ളതാണ്. പക്ഷേ അത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നത് എത്ര പേർക്കറിയാം. ഇങ്ങനെ ഒരു ഗോ അറൗണ്ട് നടത്തി ശാംഭവി പഥക്ക് തിരിച്ചെത്തിയപ്പോൾ വിസിബിലിറ്റി ഏതാണ്ട് 800 മീറ്റർ ഉണ്ടായിരുന്നു. ടേബിൾ ടോപ്പ് റൺവേയിൽ അതൊരു മികച്ച വിസിബിലിറ്റി അല്ല. പക്ഷേ കടുത്ത മൂടൽമഞ്ഞിലും ആ കുറഞ്ഞ വിസിബിലിറ്റിയിൽ ലാൻഡ് ചെയ്യാൻ ശാംഭവി പഥക്ക് തീരുമാനിച്ചു. ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു വന്നു. പെട്ടെന്ന് റേഡിയോ കണക്ഷൻ നഷ്ടപ്പെട്ടു. വിമാനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു വായുവിലൂടെ ഉരുണ്ടുമറിയുന്നത് CCTVയിൽ കാണാം. ഉടൻ തന്നെ ടേബിൾ ടോപ്പ് റൺവേയുടെ താഴെ ഒരു വലിയ തീഗോളമായി ആ ചെറുവിമാനവും അജിത് പവാറും ക്രൂവും അടക്കമുള്ള 6 പേരും കത്തിയമർന്നു. ഇവിടെ ഉയരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ആ കുറഞ്ഞ വിസിബിലിറ്റിയിൽ മൂടൽമഞ്ഞും കാറ്റുമൊക്കെയുള്ള അന്തരീക്ഷത്തിൽ വീണ്ടും ഗോ അറൗണ്ട് ചെയ്യുകയോ വേറെ വിമാനത്താവളത്തിലേക്ക് പോവുകയോ ചെയ്യാതെ ശാംഭവി പഥക്ക് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ മറ്റൊരു മാർഗവുമില്ലാതെ വരുമ്പോൾ, അധിക നേരം പിടിച്ചു നിൽക്കാനാവാത്ത തരത്തിലുള്ള ടെക്നിക്കൽ പ്രശ്നമോ എൻജിൻ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ധനം ഇല്ലെങ്കിലൊക്കെയാണ് പൈലറ്റ് ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത്. ആ വിമാനത്തിന് ഒരു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും പൈലറ്റ് ATCയെ അറിയിച്ചിരുന്നുമില്ല. എന്തിന്? വിമാനം ഒരു ഗുരുതരമായ അപകടത്തെ നേരിടുമ്പോൾ കൊടുക്കുന്ന മെയ്ഡേ മെസ്സേജ് പോലും കൊടുത്തിരുന്നില്ല. വിമാനത്തിൽ ആവശ്യത്തിന് ഇന്ധനം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വിമാനം തീപിടിക്കില്ലായിരുന്നു. ഇവിടെയാണ് ബിസിനസ് ജെറ്റുകളിലെ ക്രൂ നേരിടുന്ന ചില പ്രശ്നങ്ങളുള്ളത്. വലിയ യാത്രാ വിമാനങ്ങളിലെ പൈലറ്റുമാരുടെ മുകളിൽ ഒരു പ്രഷറുമില്ല. അതുമല്ല, ആ വിമാനങ്ങളൊക്കെ പോകുന്നത് അങ്ങേയറ്റത്തെ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടാണ്. ഇവിടെ അതിന് വ്യത്യാസം ഉണ്ടാവില്ല. അതിനൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾ ഒരുപാടുണ്ടോ, വളരെ കർശനമാണത്. വലിയ യാത്രാ വിമാനങ്ങളിലെ പൈലറ്റുമാരെയൊക്കെ യാത്രക്കാർക്ക് കാണാൻ കൂടി കഴിയുന്നത് തന്നെ അപൂർവമാണ്. കോക്പിറ്റിലേക്ക് പോകാനൊന്നും കഴിയില്ല.
പോയാൽ ജീവിതകാലം മുഴുവനും വഴിയെണ്ണേണ്ടി വരും. എന്നാൽ ബിസിനസ് ജെറ്റുകളിലെ ക്രൂവിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ബിസിനസ് ജെറ്റുകളിൽ യാത്ര ചെയ്യുന്നത് VVIPകളാണ്. ഇവരുടെയും ഇവരുടെ സുരക്ഷാ ജീവനക്കാരുടെയും വലിയ സമ്മർദ്ദം പലപ്പോഴും ഇവരുടെ മേലുണ്ട്. പലപ്പോഴും VVIPകൾ വീട്ടുവേലക്കാരോടെന്ന വണ്ണമാണ് ഇവരോട് പെരുമാറുക. ഏവിയേഷനിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചോ റിസ്കിനെക്കുറിച്ചോ പൈലറ്റുമാരുടെ ജോലിയുടെ സങ്കീർണതയോ ഒന്നും ഇവർക്കറിയില്ല. അവർക്കറിയുകയും വേണ്ട, അതറിഞ്ഞ് പെരുമാറുകയുമില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ. ഈ VIP സിൻഡ്രോം ബിസിനസ് ജെറ്റ് പൈലറ്റുകൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും ഈ ഭീകരമായ സമ്മർദ്ദത്തിന് അവർക്ക് വഴങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അവരുടെ കരിയറിനെ തന്നെ ബാധിച്ചേക്കാം. അജിത് പവാറിന് ബാരാമതിയിൽ നടക്കേണ്ട നിർണായകമായ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുക എന്നത് അത്യാവശ്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എത്ര വിമാനം കണ്ടതാ, എത്ര യാത്ര ചെയ്തതാ, ഈ മൂടൽമഞ്ഞെന്ന് ഒരു മഞ്ഞല്ലെന്നേ, നീ കളിക്കാതെ മര്യാദയ്ക്ക് ലാൻഡ് ചെയ്യുക കൊച്ചേ, ഒരുപാട് പണിയുള്ളതാണെന്നേ എന്ന കർശനമായ നിലപാടിന് മുൻപിൽ ആ പൈലറ്റിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ഇതൊരു ചെറിയ വിമാനമാണ്. വീശിയടിക്കുന്ന കാറ്റിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാൻ എളുപ്പമാണ്. വലിയ ഹെവിയായ വിമാനങ്ങൾ ഒരുമാതിരി കാറ്റിലൊക്കെ പിടിച്ചു നിൽക്കുമെങ്കിൽ ചെറിയ വിമാനങ്ങൾക്കത് കഴിയില്ല. റോഡിലൂടെ ഓടുന്ന 2 വീലറുകൾക്ക് വലിയ വാഹനങ്ങളെ അപേക്ഷിച്ച് സ്റ്റെബിലിറ്റി കുറവാണല്ലോ, അപകട സാധ്യതയും കൂടുതലാണ്. ഇതുപോലെ ആകാശത്തെ 2 വീലറുകളാണ് ഈ ബിസിനസ് ജെറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് നടക്കുന്ന വിമാനാപകടങ്ങളിൽ സിംഹഭാഗവും ഇതുപോലുള്ള ചെറിയ വിമാനങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ സുഹൃത്തുക്കളെ. VVIPകളും രാഷ്ട്രീയ നേതാക്കളും ഏവിയേഷൻ സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇതേ VVIPകൾ വലിയ വിമാനങ്ങളിൽ കയറുമ്പോൾ പൂച്ചയെപ്പോലെ അനുസരിക്കുമല്ലോ. അതും ബിസിനസ് ജെറ്റുകളിൽ യാത്ര ചെയ്യുമ്പോഴും കാണിക്കുക. വിമാനത്തിനും കാലാവസ്ഥയ്ക്കും കാറ്റിനും മഞ്ഞിനുമൊന്നും VIP പരിഗണനയൊന്നുമില്ല. അതുപോലെ പൈലറ്റുമാർ ഒരു സാഹചര്യത്തിലും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ 100% പ്രൊഫഷണലായി മാത്രം തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുക. അത്രയ്ക്കടിയന്തര ഘട്ടങ്ങളിലല്ലാതെ 0.5% പോലും റിസ്ക് എടുക്കാതിരിക്കുക. നഷ്ടപ്പെടുന്നത് വിമാനമല്ല, വിലപ്പെട്ട ജീവനുകളാണ്. അതായത് സുഹൃത്തുക്കളെ, ഇതൊരു അട്ടിമറിയോ ഹൈ ലെവൽ കൊട്ടേഷനോ ഒന്നുമല്ല, ഒരപകടം മാത്രമാണ്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ പൂർണ്ണമായും ശാസ്ത്രീയ അന്വേഷണങ്ങളിലൂടെ വിശദമായി തന്നെ പുറത്തു വരും. അട്ടിമറി ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് വൃത്തികെട്ട രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാത്രമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.